ഹായ്, നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് മാങ്ങ കിട്ടിയല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് പഴുപ്പിക്കാനെടുത്ത് വെച്ചേ. അപ്പോൾ ബാക്കി ഞാൻ ഒരു എണ്ണമാങ്ങ അച്ചാറിടാമെന്ന് ഓർത്തേ. അപ്പം ഇത് നല്ല വിളഞ്ഞതാണ്, പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ മാങ്ങ ഞാനെല്ലാം കഴുകി മുറിച്ച് ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ, കനം കുറച്ച്. അപ്പോൾ എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാൻ അത്ര വലിയ പ്രാക്ടീസ് ഇല്ല, ഞാൻ വളരെ പതുക്കെ അരിഞ്ഞെടുത്തേ. അപ്പം നമുക്ക് മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞ് കണ്ടോ, നമുക്ക് ഇത്ര ഏകദേശം ഒരു കിലോ മാങ്ങയോളം അടുപ്പിച്ചുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിന് അച്ചാറിടാനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് അതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂണ് ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് വറുത്തു. അപ്പോൾ അത് ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേ. നല്ലെണ്ണയിലാണ് ചെയ്യേണ്ടത്, പക്ഷേ നല്ലെണ്ണയുടെ സ്വാദ് അത്ര അങ്ങോട്ട് ഇവിടെ പിടിക്കുന്നില്ല ആർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് അച്ചാറിടുന്നത്. അച്ചാർ നമുക്ക് ഇടണ്ടല്ലോ, ഇതെല്ലാം വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു 20 മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ വറുത്തു. അപ്പോൾ ഉലുവയാണ് ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തേക്കുന്നത് കേട്ടോ, കടുകിനെക്കാട്ടി കൂടുതൽ. അപ്പം അത് നന്നായിട്ട് വറുത്തെടുത്തു. ഇനി നമുക്ക് ഈ മാങ്ങ ഒരു 2-3 ട്രിപ്പായിട്ടിട്ട് ഇതിനകത്തോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ മാങ്ങ വറുത്തെടുക്കുന്ന ഒരു ഇച്ചിരി പണിയാണ്, മൂത്ത് വരാനൊരു ഇച്ചിരി താമസമുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കുറേശ്ശെ ഇട്ട് എല്ലാം വറുത്ത് എണ്ണ വാലാനായിട്ട് വെക്കാം. ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സാധനമെല്ലാം ഞാൻ മിക്സിക്കകത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തേ. നമുക്കതൊരു ചീനിച്ചട്ടിക്കകത്തോട്ടിടാം. അപ്പം എനിക്ക് കട്ടിക്കായമില്ലായിരുന്നു, കായപ്പൊടിയാണ്. അപ്പം ഞാനൊരു കുറച്ച് 1.25 സ്പൂണ് കായം ഇട്ടു, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, നമുക്കൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടാം. മറ്റേത് വറ്റൽ മുളക്, ഈ പാണ്ടിമുളകായിരുന്നു, അപ്പം കാശ്മീരി അല്ലായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടു. ഞാനിതെല്ലാം ഒന്ന് നോക്കിയേച്ച്, ഞാൻ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടും ഇനിയും കേട്ടോ. അപ്പോൾ ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ഞാൻ നന്നായിട്ട് അതിൻ്റെ പച്ചച്ചവ മാറിയപ്പം നമ്മൾ വറുത്ത് വെച്ച മാങ്ങ ഇട്ട് നല്ലതായിട്ട് ഇളക്കി എടുക്കുക. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം നന്നായിട്ട് ഇളക്കി അതെല്ലാം മസാലയെല്ലാം മാങ്ങയിൽ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടോ നമ്മുടെ എണ്ണമാങ്ങ. അപ്പം ഞാനാണ്ട് ഈ കുപ്പിക്കകത്തോട്ട് എടുത്തു വെക്കാൻ പോവാം കേട്ടോ. അപ്പം ഇതും അവിടെ ഇരിക്കട്ടെ, നമ്മുടെ അച്ചാർ സെക്ഷനിൽ ഇരിക്കട്ടെ. ഇതൊക്കെ ഇതിൻ്റെ ഉപ്പും എരിയും ഒക്കെ ഒന്ന് പിടിച്ച് റെഡിയായി വരട്ടെ, അന്നേരം എടുക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.